Momma's dishwash liquid. Soft on hands. കർഷകർക്ക് പിന്തുണയർപ്പിച്ച ഇന്ന് ഭാരത് ബന്ദ് നടക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരം ഇന്ത്യ മഹാരാജ്യത്തിന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കർഷകർക്ക് ഭക്ഷണ സൗകര്യമൊരുക്കിയ ഡൽഹിയിലെ മസ്ജിദുകൾ, കർഷകരുടെ രോമത്തിൽ പോലും മറ്റൊരാൾക്കും തൊടാനാവില്ലെന്ന് പറഞ്ഞ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന സിഖ് പോരാളികൾ, കൂടാതെ രാജ്യത്തിനകത്തും പുറത്തുമായി കർഷകർക്ക് പിന്തുണയുമായി എത്തുന്ന ജനങ്ങൾ, ഇതിനെല്ലാം പുറമെ മറ്റൊരു മനോഹര ചിത്രം കൂടി കർഷക പോരാട്ട സമരവീതിയിൽ നമുക്ക് കാണാനാകും. പ്രതിഷേധത്തിനെത്തിയ മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ അവർക്ക് നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സിഖുകാരുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഡക്കാൽ ഡൈജസ്റ്റ് ആണ് ഈ സുന്ദര മുഹൂർത്തത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിഷേധ ഭൂമിയിൽ നമസ്കാരം നടത്തുന്ന സ്ഥലത്ത് കാവൽ പോലെ നിൽക്കുകയാണ് സിഖ് സമൂഹം. മാധ്യമപ്രവർത്തക റാണ അയ്യൂബ് അടക്കമുള്ളവർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇതെന്നെ വികാരഭരിതനാക്കി എന്നാണ് റാണ അയ്യൂബ് കുറിച്ചത്. ഇതാണ് രാജ്യം ആഗ്രഹിക്കുന്ന ചിത്രമെന്നും മതേതരത്വം രാജ്യത്ത് പൂത്തുലേട്ടെയെന്നും സോഷ്യൽ മീഡിയ ഈ ചിത്രത്തിന് താഴെ പറയുന്നു. അതേസമയം രാഷ്ട്രീയ നിറമില്ലാതെ കർഷക സമരം ആളിക്കത്തുകയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ കർഷകർ നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ മുന്നേറ്റമായി ഈ പ്രതിഷേധം ചരിത്രത്തിൽ ഇടം പിടിക്കും. തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ കയ്യൂക്കുകൊണ്ട് അടിച്ചമർത്തുന്ന BJPക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് കർഷകർ സൃഷ്ടിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഇതിനോടകം തന്നെ കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം കാർഷിക ബില്ലിനെതിരെ കർഷകർ ദിവസങ്ങളോളമായി പ്രക്ഷോഭം നടത്തുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനായി പുതിയ നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ രംഗത്തിറക്കിയാണ് കേന്ദ്രം പുതിയ പദ്ധതി തയ്യാറാക്കുന്നത്. അടിയന്തരമായി കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അമിത്ഷാ. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ചർച്ച നിശ്ചയിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ 5 തവണ കേന്ദ്രം കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഒന്നും തന്നെ വിജയം കണ്ടിരുന്നില്ല. അതേസമയം കാർഷിക ബില്ലുകൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ ബന്ദിനിടെ പ്രധാന നേതാക്കളെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുകയാണ്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. ഇടത് നേതാക്കളെ ദില്ലി പോലീസ് സമരമുഖത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. CPMന്റെ രാജ്യസഭാ MP ആയ KK രാഗേഷ്, P കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബിലാസ്പൂരിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.